നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC ബസ് എന്ന് പറയുന്നത് പല ആളുകൾക്കും ജനങ്ങൾക്ക് ഒരു വീട് പോലെ തന്നെയാണ്. കാരണം സ്വന്തം വീടിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ആളുകൾ യാത്രയിൽ അല്ലെങ്കിൽ ഡെയിലി ചിലവഴിക്കുന്നത്, ദിവസേന അവർ ചിലവഴിക്കുന്നത് ഒരുപക്ഷെ KSRTCയിലായിരിക്കാം. ഒരേ ജില്ലയിൽ തന്നെയെങ്കിലും ഒരേ ജില്ലയിലെ ഗ്രാമഭാഗത്തും നഗരഭാഗത്തും ഒക്കെ തന്നെ വീടും ജോലിയും ഒക്കെ ചെയ്യുന്നവർ നിരന്തരം എന്നും രാവിലെയും വൈകുന്നേരവും നിരന്തരവും KSRTCയെ ആശ്രയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ KSRTC എന്ന് പറയുന്നത് അവർക്കൊരു സ്ഥിരം സമയമുണ്ട്, സ്ഥിരം ബസ് ഉണ്ടായിരിക്കും, ബസ്സിലെ കണ്ടക്ടർ ഉണ്ടായിരിക്കും, ഡ്രൈവറും ഒക്കെ ഉണ്ടായിരിക്കും. ചിലവർക്ക് സ്ഥിരം സീറ്റ് തന്നെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. മാത്രവുമല്ല ഇപ്പോൾ നമ്മൾ ഡ്രൈവർമാരെ വിശ്വാസത്തിലെടുക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. കാരണം അവർ നമ്മളെ സുരക്ഷിതമായി തന്നെ കൊണ്ടുപോയിക്കോളും എന്ന് കരുതുന്നവരാണ്. എന്നാൽ ഇവിടെ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. ഒരു അസാധാരണ നടപടിയിൽ വലഞ്ഞിരിക്കുകയാണ് KSRTC എന്നൊരു വാർത്ത വരുന്നുണ്ട്. ബദലി ഡ്രൈവറുടെ ഭാര്യ ഗതാഗത മന്ത്രിക്ക് നൽകിയ പരാതിയിൽ KSRTC വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ബസ് യാത്രക്കിടയിൽ ഏറെ നേരം സംസാരിച്ചു എന്ന് ആരോപിച്ചാണ് കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത്. KSRTCയിലെ വിജിലൻസ് അന്വേഷണത്തെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സർവീസിനിടയിൽ യാത്രക്കാരെ ഒട്ടും ശ്രദ്ധിക്കാതെ ഡ്രൈവറും വനിതാ കണ്ടക്ടറും ഏറെ നേരം സംസാരിച്ചു എന്നതാണ് ഉത്തരവിൽ പറയുന്നത്. KSRTCയിൽ ബദൽ ഡ്രൈവറായ തന്റെ ഭർത്താവിന് ഡിപ്പോയിലെ വനിതാ കണ്ടക്ടറുമായി രഹസ്യബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഭാര്യ KB ഗണേഷ് കുമാറിന് പരാതി നൽകിയത്. തുടർന്ന് ചീഫ് ഓഫീസ് വിജിലൻസിന്റെ ഇൻസ്പെക്ടർ അന്വേഷണം നടത്തിയാണ് വനിതാ കണ്ടക്ടർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. മൊബൈലിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ, ഭർത്താവിന്റെ ഫോണിൽ നിന്നും ഫോട്ടോയായി എടുത്ത വാട്സ്ആപ്പ് ചാറ്റ് എന്നിവ ഉൾപ്പെടുത്തി തെളിവ് സഹിതമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കണ്ടക്ടർ ഏറെ നേരം ഡ്രൈവറുമായി സംസാരിക്കുന്നതും ഡ്രൈവറുടെ മൊബൈൽ വാങ്ങുകയും ബസ്സിലുള്ള യാത്രക്കാരെ ഒട്ടുമേ ശ്രദ്ധിക്കാതെ അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് യാത്രക്കാർ തന്നെ സ്വയം ബെല്ലടിച്ച് ഇറങ്ങുന്നതായും എന്ന നടപടി ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് ഒരു ഡ്രൈവറെ എങ്ങനെയൊക്കെ കൺട്രോൾ പോകുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ തന്നെ ആ കണ്ടക്ടർ സംസാരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത്രയും ഏറെ യാത്രക്കാരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ പ്രണയ സല്ലാപം എന്നുകൂടി ഓർക്കണം. എന്തുകൊണ്ട് യാത്രക്കാർ അപ്പോൾ മറുപടി പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ യാത്രക്കാർ വേണ്ടുവോളം ശകാരിച്ചതിന് ശേഷമാണ് ബസ്സിൽ നിന്നും ഇറങ്ങുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ യാത്രക്കാർ തന്നെ ഡിപ്പോയിൽ പോയി കംപ്ലൈന്റ് ആയി പറയുന്ന സാഹചര്യവും കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരുപക്ഷെ അതിലിരുന്ന് ആരെങ്കിലും ഒരാൾ ആ ദൃശ്യങ്ങൾ പകർത്തി ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരുന്നുവെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നു വാർത്തയായി പുറത്തു വരിക. ഇതിനേക്കാൾ കുറെ കൂടി കത്തുമായിരുന്നു എന്നുള്ളതാണ്. കാരണം അതായത് അങ്ങനെ കത്തുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ആ വീട്ടുകാർക്ക്, ഈ പറയുന്ന കണ്ടക്ടറിനും ഈ ഡ്രൈവറിനും ഒക്കെ തന്നെ അമ്മയുണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ടായിരിക്കണം, വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായിരിക്കണം, അവർക്കൊക്കെ തന്നെ നാണക്കേടുണ്ടാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും ഇതിനകത്ത് തന്നെ അവിഹിത ബന്ധവും ഒക്കെ തന്നെ ആരോപിച്ചിട്ടുണ്ട്. അതേസമയം കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ രഹസ്യബന്ധം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് ബോധ്യമായെന്നും ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിൽ കണ്ടക്ടർ സംസാരിച്ചത് കനത്ത വീഴ്ചയാണെന്നും ഉത്തരവിൽ വ്യക്തമാകുന്നുണ്ട്. വനിതാ കണ്ടക്ടറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അച്ചടക്ക ലംഘനവും പെരുമാറ്റ ദൂഷ്യവും നിലവിലെ ചട്ടങ്ങളുടെ ലംഘനവുമാണ് നടന്നത് എന്നും പരാതിയിൽ പറയുന്നു. ഡ്രൈവറുമായി തെറ്റായ ബന്ധമുണ്ടെന്ന പരാമർശത്തിൽ വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത KSRTC ഉത്തരവിൽ വിവാദവും ഉയരുകയാണ്. അതേസമയം അവിഹിത ബന്ധം ആരോപിച്ചാണ് കൊല്ലത്തെ കണ്ടക്ടർക്ക് സസ്പെൻഷൻ ഉത്തരവ് കൈമാറിയത്. ഇത് കണ്ടക്ടറെയും KSRTCയിലെ വനിതാ ജീവനക്കാരെയും അപമാനിക്കുന്ന തരത്തിലുള്ളതാണ് എന്നും ആക്ഷേപമുയരുന്നു. ബസ് ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവറും കണ്ടക്ടറും തമ്മിലുള്ള സംസാരത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവായതിനെ തുടർന്നാണ് KSRTC നടപടി എടുത്തിരിക്കുന്നത്. ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ കണ്ടക്ടർ പെരുമാറിയെന്ന് കണ്ടെത്തിയാണ് സസ്പെൻഷൻ. പക്ഷേ അതിലേക്കെത്തിയ അവിഹിത ബന്ധം വിവരിച്ചെഴുതിയ KSRTC വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഉത്തരവാണ് വിവാദത്തിലുമായത്. കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഡ്രൈവറുടെ ഭാര്യ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് പരാതിയും നൽകിയിരുന്നു. ഇതിന് തെളിവായി ഭർത്താവിന്റെ വാട്സ്ആപ്പ് ചാറ്റുകളും ചില ദൃശ്യങ്ങളും അവർ നൽകിയിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഇരുവരും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സർവീസിലെ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളും തെളിവുകളായി ഭാര്യ നൽകിയിരുന്നു. ഭാര്യയുടെ പരാതിയിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് KSRTC വിജിലൻസ് വിഭാഗവും ഉത്തരവിറക്കിയത്. ബസ് ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ കണ്ടക്ടർ സംസാരിച്ചു, ഡ്രൈവറുടെ മൊബൈൽ ഫോൺ വാങ്ങി, യഥാസമയം യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ ഇറക്കി വിട്ടില്ല, യാത്രക്കാർ തന്നെ ബെല്ലടിച്ച് ഇറങ്ങേണ്ടി വന്നു തുടങ്ങിയവയാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അതേസമയം കണ്ടക്ടർക്ക് ലഭിച്ച സസ്പെൻഷൻ ഉത്തരവിൽ അവിഹിത ബന്ധം വിശദമായി എഴുതി, കണ്ടക്ടറുടെ പേരും ID യും പുറത്തായി തുടങ്ങിയ കാര്യങ്ങളാണ് ജീവനക്കാർ ചോദ്യം ചെയ്തത്.